ഡയറക്ഷൻ ഇ ലേണിംഗിന്റെ പേപ്പർ കട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 16 മുതൽ 20 വരെ പത്രങ്ങളിൽ വന്നിട്ടുള്ള മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെല്ലാം? പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമായ പ്രതാപ് പോത്തൻ അന്തരിച്ചു എന്നുള്ളതാണ്. ജൂലൈ 15-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ചെന്നൈയിൽ വെച്ചാണ് മരണപ്പെട്ടത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ട് 100-ലേറെ സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം 12 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ സിനിമകളാണ് ആരവം. മലയാളത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ ഒന്നാണ് ആരവം. ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നതാണ് ചാകര, അതേപോലെ തന്നെ തകര, അതേപോലെ തന്നെ ചാമരം എന്നിവ. തകര, ചാമരം. പ്രതാപ് പോത്തൻ അന്തരിച്ചത് ജൂലൈ 15-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേന്ദ്ര റാങ്കിങ്ങിൽ മദ്രാസ് IIT തന്നെ ഒന്നാമത് എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വരുന്നത്. നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ കേന്ദ്ര റാങ്കിങ് എന്ന് പറയുമ്പോൾ രാജ്യത്തെ മികച്ച കോളേജുകളെയും സർവകലാശാലകളെയും കണ്ടെത്താനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് NIRF എന്ന് പറയുന്ന ആ റാങ്കിങ്ങിലാണ് മികച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ, റെഗുലർ കോളേജുകൾ, എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, ഫാർമസി, ആർക്കിടെക്ചർ, നിയമപഠനം, മെഡിക്കൽ, ഡെന്റൽ, ഗവേഷണം എന്നിങ്ങനെ 10 വിഭാഗങ്ങളിലായി ഉള്ള ഓവറോൾ റാങ്കിങ്ങിൽ ആണ് നിലവിൽ ഏറ്റവും മികച്ച റാങ്കിങ്ങിൽ വന്നിട്ടുള്ള സ്ഥാപനം എന്ന് പറയുന്ന IIT ആണ്. 2021-ലെ റാങ്കിങ് ആണ് വന്നത്. അത് പ്രകാരം അത് മദ്രാസ് IIT ആണ് ഒന്നാം റാങ്ക് എന്ന് പറയുന്നത് ഓർത്തു വെക്കുക. കോഴിക്കോട് NIT 2-ഉം തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് 14 റാങ്ക് നേടി കേരളത്തിലെ മികച്ച കോളേജുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. അപ്പോൾ ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് 2021-ൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് മദ്രാസ് IIT ആണ്. ആർക്കിടെക്ചറൽ വിഭാഗത്തിലാണ് NITക്ക് 2ാം റാങ്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. മാനേജ്മെന്റ് സ്ഥാപനത്തിൽ കോഴിക്കോട് IIM-ന് 5ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. ഇനി ഇതേ റാങ്കിങ് സ്കൂളുകളിലും പ്രത്യേക തരത്തിലുള്ള റാങ്കിങ്ങുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു. നിലവിൽ ഈ പറയുന്ന NIRF റാങ്കിങ് 2014 മുതലാണ് ആരംഭിച്ചത്. 2016-ലാണ് ആദ്യ പട്ടിക പുറത്തിറക്കിയത്. ഓക്കെ, 2021-ലെ JC ഡാനിയൽ പുരസ്കാരം പ്രസിദ്ധ സംവിധായകനായ KP കുമാരന് ലഭിച്ചു. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ്. മലയാളത്തിലെ സിനിമയുമായി ബന്ധപ്പെട്ട സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ്. ഈ അവാർഡ് 2021-ലെ JC ഡാനിയൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് KP കുമാരനാണെന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന്, നമുക്കറിയാം, അന്താരാഷ്ട്ര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിലെ യൂജിനിൽ തുടങ്ങിയെന്ന് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതാണ്. 2022-ലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് യൂജിനിൽ വെച്ചാണ്. ഈ യൂജിനിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 19 അല്ലെങ്കിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 19 മെഡൽ എന്ന അപൂർവ നേട്ടവുമായിട്ട് അമേരിക്കൻ ഇതിഹാസ താരം ആലിസൺ ഫെലിക്സ് മത്സരവേദിയിൽ നിന്ന് വിടവാങ്ങി എന്നുള്ളതാണ്. ആലിസൺ ഫെലിക്സ് ഈ പറയുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ നേടിയ ടോട്ടൽ മെഡൽ എന്ന് പറയുന്നത് 19 മെഡൽ ആണ്. ഒരു വനിതാ താരം ഇത്തരത്തിൽ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇത്തരം മെഡൽ നേടിയിട്ടില്ല എന്ന് ഓർത്തു വെക്കുക. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മലയാളി താരങ്ങൾ പങ്കെടുക്കുന്നു, ഇന്ത്യയെ പ്രതികരിച്ച് പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ പേര് ഇവ മത്സര പരീക്ഷയിലൊക്കെ ചോദിക്കാനുള്ള ഒന്നാണ്. M ശ്രീശങ്കരൻ ഫൈനലിൽ, അതായത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ലോങ് ജമ്പിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. M ശ്രീശങ്കർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുള്ള, അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ അദ്ദേഹം മത്സരിക്കാൻ, ആ ലോങ് ജമ്പിന്റെ ഫൈനലിൽ മത്സരിക്കാൻ അദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. ഫൈനലിലല്ല, ആ ലോങ് ജമ്പിന്റെ ഫൈനലിൽ എന്ന് പറയും. അപ്പൊ അദ്ദേഹം ഈ M ശ്രീശങ്കർ ഏത് മേഖലയിലാണെന്നൊക്കെ ഒരു ചോദ്യം പിന്നീട് വരാം. അദ്ദേഹം ആരാണ്? ലോങ് ജമ്പ് താരമാണ്, മലയാളി താരമാണെന്നും കൂടെ ഓർത്തു വെക്കുക. മറ്റൊരു പ്രധാന വാർത്ത, ലോക ഷൂട്ടിംഗ് ലോകകപ്പ് ദക്ഷിണ കൊറിയയിലെ ചാങ്വോണിൽ നടക്കുകയാണ്. ആ ലോക അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ
ഇന്ത്യൻ താരം ഐശ്വര്യ പ്രതാപ് സിംഗ് തോമറിന് സ്വർണം ലഭിച്ചു. റൈഫിൾസിൽ 3 പൊസിഷനിൽ ഹംഗറിയുടെ സാലൻ പെക്ലറെയാണ് അവർ തോൽപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഐശ്വര്യ പ്രതാപ് സിംഗ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് ആണ്. 2022 ദക്ഷിണ കൊറിയയിലെ ചാങ്വോണിൽ നടന്ന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് വേൾഡ് കപ്പിലാണ് അവർ ഗോൾഡ് നേടിയിട്ടുള്ളത് എന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എല്ലാം അവസാനിച്ചു. അതിന്റെ വാർത്തകളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തന്നെ പറയും. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ NDAയും അഥവാ ഭരണകക്ഷിയും അതുപോലെ പ്രതിപക്ഷവും തീരുമാനിച്ചു. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി രാജസ്ഥാനിൽ നിന്നുള്ള നിലവിൽ പശ്ചിമ ബംഗാൾ ഗവർണറും കൂടിയായിട്ടുള്ള ജഗദീപ് ധൻഖർ ആണ് NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എന്നാൽ UPയുടെ സ്ഥാനാർത്ഥി മാർഗ്രറ്റ് ആൽവ ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള മത്സരത്തിന് ശേഷമുള്ള റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുക. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് എന്ന് പറയുന്നത്, അപ്പോൾ 2022 ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള മത്സരത്തിൽ 2 പേരാണുള്ളത്. നമുക്കറിയാം, NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് യശ്വന്ത് സിൻഹയുമാണ് മത്സരം. അപ്പൊ ഇവര് തമ്മിലുള്ള വോട്ടെടുപ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോലെ പാർലമെന്റിൽ നടക്കുന്നത് 2022 ജൂലൈ 18 ഓർത്തു വെക്കുക. 2022 ജൂലൈ 18 ഓർത്തു വെക്കുക, പ്രത്യേകം ഓർത്തു വെക്കുക. അതിനി വരുന്ന ഏതെങ്കിലും പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് എന്ന് ഓർത്തു വെക്കുക. ഇത്തവണ അതിന്റെ മുഖ്യ വാരണാധികാരി എന്ന് പറയുന്നത് രാജ്യസഭാ സെക്രട്ടറിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വാരണാധികാരി എന്ന് പറയുന്നത് രാജ്യസഭാ സെക്രട്ടറിയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നും ഓർത്തു വെക്കുക. അങ്ങനെയുള്ള സാധാരണ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ രീതി എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നിയമസഭാ അംഗങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ അംഗങ്ങളും അതേപോലെ തന്നെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും MP-മാരുമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. പാർലമെന്റിലെയും അതേപോലെ തന്നെ നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ പറയുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. രാജ്യസഭയിലേക്കോ ലോകസഭയിലേക്കോ അഥവാ നിയമസഭയിലേക്കോ രാജ്യസഭയിലേക്ക് അഥവാ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇരുസഭകളിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് വോട്ടവകാശം ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. അതായത് രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടുണ്ട്. എന്നാൽ നിയമസഭയിലെ ചില പ്രത്യേക സംസ്ഥാനങ്ങളിലൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട നിയമസഭാ അംഗങ്ങൾക്ക് എന്തില്ല, വോട്ടവകാശം ഇല്ല എന്നും ഓർത്തു വെക്കുക. മറ്റൊന്ന്, യൂജിനിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2022 അമേരിക്കയിലെ യൂജിനിൽ നടന്ന മത്സരത്തിൽ ലോക അത്ലറ്റിക്സിന്റെ 100 മീറ്ററിൽ ഫ്രെഡ് കെർലിക് ആണ് സ്വർണം. ഫ്രെഡ് കെർലിക്, അമേരിക്കക്കാരനായ ഫ്രെഡ് കെർലിയാണ് 9.86 സെക്കൻഡിൽ 100 മീറ്റർ ഓടിയ ഫ്രെഡ് കെർലിയാണ് മികച്ച 100 മീറ്ററിൽ ഏറ്റവും വേഗതയേറിയ താരം എന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന്, PV സിന്ധു വീണ്ടും ഒരു പൊൻതൂവലും കൂടെ നേടി. സിംഗപ്പൂരിൽ നടന്നിട്ടുള്ള ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ PV സിന്ധു ചാമ്പ്യനായി. PV സിന്ധുവിന്റെ ഈ സിംഗപ്പൂർ ഓപ്പണിലെ ആദ്യ കിരീടമാണെന്നും ഓർത്തു വെക്കുക. അപ്പൊ PV സിന്ധു ഈ വർഷം തന്നെ സെയ്ദ് മോദി ഇന്റർനാഷണൽ കിരീടവും സ്വിസ് ഓപ്പൺ കിരീടവും നേടിയിട്ടുണ്ട്. ഇത്തവണ PV സിന്ധുവിന്റെ 3ാമത്തെ കിരീടമാണ് സിംഗപ്പൂർ ഓപ്പൺ എന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന്, പ്രമുഖ ചിത്രകാരനായ അച്യുതൻ കുടലൂർ അന്തരിച്ചു. ചെന്നൈയിലാണ് അദ്ദേഹം അന്തരിച്ചത്. പ്രമുഖ ചിത്രകാരനാണ് അച്യുതൻ കുടലൂർ അന്തരിച്ചു. മറ്റൊന്ന്, ഇതിഹാസ ഗസൽ ഗായകനായിട്ടുള്ള ഭൂപീന്ദർ സിംഗ് മരണപ്പെട്ടു. ഗസൽ ഇതിഹാസ ഗായകനാണ് ആര്? ഭൂപീന്ദർ സിംഗ്. അദ്ദേഹം ജൂലൈ 18 മരണപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഏറ്റവും വേഗതയേറിയ താരം ഷെർലി ആൻ ഫ്രാൻസർ ആണ്. ജമൈക്കക്കാരിയായ ഷെർലി ആൻ ഫ്രാൻസർ ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഏറ്റവും വേഗതയേറിയ താരം എന്ന് ഓർത്തു വെക്കുക. പുതിയ ഗവർണറായി, ബംഗാളിന്റെ ചുമതലയുള്ള ഗവർണറായി ലാ ഗണേശൻ ചുമതലയേറ്റു. അദ്ദേഹം നിലവിൽ
മണിപ്പൂർ ഗവർണറാണ്, അദ്ദേഹത്തിന് അധിക ചുമതലയാണ്. നിലവിലുണ്ടായിരുന്ന ഗവർണറായിരുന്ന ജഗദീഷ് ധൻകർ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് കൊണ്ടാണ് ലാ ഗണേഷിനെ ബംഗാളിന് അധിക ചുമതല നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഉഷ്ണതരംഗം മൂലം യൂറോപ്പ് 2022 ജൂലൈ മാസം ചോദ്യം അങ്ങനെയൊക്കെയാണ് വരിക. ചൂട് മൂലം ഏറ്റവും ബുദ്ധിമുട്ട് നേരിട്ട വൻകര ഏതെന്ന് വെച്ചാൽ യൂറോപ്പാണ്. യൂറോപ്പിൽ അതീയ ചൂട് മൂലം അല്ലെങ്കിൽ ഉഷ്ണതരംഗം മൂലം യൂറോപ്പിലുടനീളം വലിയ കാലാവസ്ഥാ പ്രതിസന്ധി നേരിടുകയാണ്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അതിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് ജൂലൈ 21 നമുക്കറിയാം ലോക ചാന്ദ്ര ദിനമാണ്. 1969 ജൂലൈ 21 അമേരിക്കയിൽ അത് ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതെന്നാണ്. 1969 ജൂലൈ 21 എല്ലാ വർഷവും ജൂലൈ 21 ലോക ചാന്ദ്ര ദിനമായി ആചരിക്കുന്നു. മറ്റൊന്ന്, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയിൽ പുതിയ പ്രസിഡന്റായിട്ട് റനിൽ വിക്രമസിംഗയെ ചുമതലയേറ്റു. പുതിയ പ്രസിഡന്റായി ആര് ചുമതലയേറ്റു? റനിൽ വിക്രമസിംഗയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത്. റനിൽ വിക്രമസിംഗെ ആണ്. ലോകത്തെ ഏറ്റവും കരുത്തുള്ള പാസ്പോർട്ട് എന്നതിൻ്റെ 1ാം സ്ഥാനം 2022 ലഭിച്ചിട്ടുള്ളത് ജപ്പാന് ആണ്. ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാസ്പോർട്ടുള്ള രാജ്യം ഏതെന്ന് വെച്ചാൽ ജപ്പാനാണ്. 199 രാജ്യങ്ങളിലെ പാസ്പോർട്ടുകൾ പരിശോധിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ അത് പഠന വിധേയമാക്കിയപ്പോൾ, അല്ലെങ്കിൽ അത് മത്സരത്തിന് വെച്ചപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയപ്പോൾ ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പാസ്പോർട്ട് ഉള്ളത് ഏത് രാജ്യത്തിലുള്ള ജപ്പാന് ആണ്. ഇന്ത്യയുടേത് 87ാം സ്ഥാനത്ത് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വരുന്ന സംഭവങ്ങളാണ് ഡിസ്കസ് ചെയ്തത്.